ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ അടിപൊളി വീഡിയോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയുടെ പാർട്ടായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നത് ജസ്റ്റ് അതിൻ്റെ കേസും പിന്നെ ടേബിൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെ അപ്ഗ്രേഡ് ചെയ്യുന്നുള്ളൂ എന്ന്. അപ്ഗ്രേഡ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാണ്, അപ്പോൾ ഒന്ന് പ്രോപ്പറായിട്ട് തന്നെ അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ട് കോമ്പണൻസും കൂടെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോകണം. ഒന്ന് മോണിറ്റർ, രണ്ട് ജി പി യു എന്ന് പറയുമ്പോൾ ഗ്രാഫിക് കാർഡ്. സോ ഗ്രാഫിക് കാർഡ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഗ്രാഫിക് കാർഡാണ് ഇന്ന് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. മോണിറ്റർ എന്ന് പറയുന്നത് എൻ്റെ പഴയ മോണിറ്റർ, എൻ്റെ പഴയ ജി പി യും ഞാൻ OLX-ലിട്ട് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ ഇട്ടിട്ട് ഞാൻ വിറ്റു. സോ അതിന് അത്യാവശ്യം നല്ലൊരു ഫണ്ട് കിട്ടി. അത് വെച്ചിട്ടാണ് ഞാൻ ഇത് രണ്ടും ഇപ്പോൾ വാങ്ങിയിരിക്കുന്നത്. അതായത് മോണിറ്ററും വാങ്ങി, അതേപോലെ തന്നെ ഒരു അപ്ഗ്രേഡഡ് അത്യാവശ്യം നല്ലൊരു അപ്ഗ്രേഡ് തന്നെയാണ് എൻ്റെ കഴിഞ്ഞ ജി പി യു വെച്ച് നോക്കുമ്പോൾ. സോ ഞാൻ ഇതുവരെ യൂസ് ചെയ്തിരുന്നത് NVIDIAയുടെ RTX 3060 Ti എന്ന് പറഞ്ഞൊരു ഗ്രാഫിക് കാർഡാണ്. പക്ഷെ ഇപ്പം ഞാൻ അപ്ഗ്രേഡ് ചെയ്തു. ഞാനിപ്പോൾ കമ്പനി, അതായത് ബ്രാൻഡേ മാറി. ഇപ്പം ഞാൻ NVIDIA മാറി AMDയിലേക്ക് ചാടിയിരിക്കുകയാണ്. കാരണം പ്രൈസ് ടു പെർഫോമൻസ് എന്ന് പറയുന്നൊരു വാല്യൂ പ്രൊപ്പോർഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് AMD കാർഡ്സിനാണ് പ്രോപ്പറായിട്ടുള്ളത്. സോ ഞാൻ വാങ്ങിയ കാർഡ് ഏതാണെന്ന് ചോദിച്ചാൽ ഇവിടെ RX 7800 XT ആണ് AMDൻ്റെ. സോ ഇത് AMD കാർഡ്സിൻ്റെ കൂടെ ജനറലി നന്നായിട്ട്, അതായത് AMDൻ്റെ പ്രൊസസ്സേഴ്സിൻ്റെ കൂടെ ജനറലി നല്ലൊരു കമ്പാറ്റിബിലിറ്റി ഉള്ളൊരു കാർഡാണിത്. സോ ഞാനിത് ബോട്ടിൽ നെക്കും നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടിൽ നെക്ക് തീരെയില്ല, 0% ബോട്ടിൽ നെക്കാണ് ബോട്ടിൽ നെക്ക് കാൽക്കുലേറ്ററിൽ വരുന്നത്. ആ കാർഡ് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. ആമസോണിൻ്റെ പാക്കേജിങ്ങിലാണ് വന്നത്. അതിനെപ്പറ്റി എനിക്ക് കുറച്ച് പറയാനുണ്ട്, ഞാൻ പറഞ്ഞു. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ കാർഡ്. സോ ആമസോണിൻ്റെ ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിലാണ് വരുന്നത്. ഞാനിത് ജസ്റ്റ് സെൻറ്റർ മാത്രം ഒന്ന് കീറി. സോ ഈ ആമസോണിൻ്റെ പാക്കേജിങ്ങിനെ പറ്റി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു സ്റ്റിക്കർ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിൽ എഴുതിയത് കണ്ടോ, ഇഫ് എ പിങ്ക് ഓർ റെഡ് ഡോട്ട് ലൈക്ക് ദിസ് അപ്പിയർസ് എനിവെയർ ഓൺ ദിസ് ലേബിൾ ഓർ സ്റ്റിൽ പ്ലീസ് ഡു നോട്ട് ആക്സെപ്റ്റ് ഇറ്റ്. സോ ആമസോൺ ഇപ്പം ഇങ്ങനത്തെ പ്രൊഡക്ട്സ്, അതായത് ഇലക്ട്രോണിക് പ്രൊഡക്ട്സ്, നിങ്ങൾ ഫോണോ ലാപ്ടോപ്പോ അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ അത് വേറെ ആരും ടാമ്പർ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ തുറന്നിട്ടില്ല എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ആമസോൺ യൂസ് ചെയ്യുന്നൊരു പുതിയ സിസ്റ്റമാണിത്. സോ ഇതെന്താ ഉണ്ടാവുക വെച്ചാൽ, ആരെങ്കിലും ഇത് കീറാനിട്ട് നോക്കുകയാണ്, അതായത് മുറിച്ചാൽ പിന്നെ എന്തായാലും നമുക്ക് ഒബ്വിയസ് ആയിട്ട് മനസ്സിലാവും ഇത് അവർ മുറിച്ചിട്ടുണ്ട് എന്നുള്ളത്. സോ നമുക്ക് അപ്പം തന്നെ റിട്ടേൺ ചെയ്യാം. ഇത് അല്ല, ആരെങ്കിലും ലൈക്ക് സ്റ്റിക്കർ പറിച്ചിട്ടാണ് അകത്തത്തെ സാധനങ്ങൾ ടാമ്പർ ചെയ്തിട്ട് പിന്നെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഒരു കണ്ടീഷനാണെങ്കിൽ ഈ ഒരു സ്റ്റിക്കർ വെച്ചിട്ട് അത് നടക്കില്ല. കാരണം നമ്മൾ ഈ സ്റ്റിക്കർ കീറി മാറ്റുകയാണെങ്കിൽ ഈ സാധനം ഒരു റെഡ് കളറാവും, റെഡ് അല്ലെങ്കിൽ ഒരു പിങ്കിഷ് കളറാവും. സോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എന്താ പറയുക, ടാമ്പേർഡാണ്, ഈ പ്രൊഡക്റ്റ് ആരോ മുന്നേ തുറന്ന് നോക്കിയിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് അങ്ങനെ റിട്ടേൺ കൊടുക്കാം. പിന്നെ ഈ പ്രൊഡക്റ്റിന്, പിന്നെ ഈ പാക്കേജിങ്ങിനെ പറ്റി വേറൊരു കാര്യം പറയണം. എന്താ വെച്ചാൽ ഇത് പുറത്ത് ഈ ഒരു പെട്ടിയുണ്ട്, അകത്ത് ഡയറക്റ്റ് നമ്മുടെ GPUവിൻ്റെ പെട്ടിയാണ്. വേറെ ഒരു സൈഡിലൊരു ഫോമോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ന്യൂസ് പേപ്പറെങ്കിലും അവർക്ക് ഫില്ല് ചെയ്ത് സൈഡിൽ വെക്കായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം അവർ ഫില്ല് ചെയ്തിട്ടില്ല. കുഴപ്പമില്ല, നമുക്ക് സാധനം കിട്ടി. നമുക്ക് സാധനം ഡാമേജ് ഉണ്ടെങ്കിൽ എന്തായാലും 7 days അവർക്ക് റിട്ടേൺ പോളിസി ഉണ്ട്. നമ്മൾ റിട്ടേൺ ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങും, അത്രേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ആമസോൺ ആയതുകൊണ്ട് വിശ്വസിച്ച് വാങ്ങാം. ഇത് ആമസോൺ സ്പോൺസർഡ് വീഡിയോ ഒന്നുമല്ല, അതുകൊണ്ട് അങ്ങനെ വിചാരിക്കേണ്ട. അപ്പോൾ ഞാൻ കാർഡ് എങ്ങനെ ഉണ്ടെന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇത് തുറന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ കാർഡാണ് ഇവിടെ കാണുന്നത്. യെസ്, സോ ഇതാണ് നമ്മുടെ, എൻ്റെ അമ്മ നല്ല വെയിറ്റ് ഉണ്ട്, റെഡോൺ RX 7800 XT. സോ ഇത് ഒരു 16 GB കാർഡാണ്. ഞാൻ 16 GB കാർഡ് വാങ്ങാൻ വേറൊരു കാര്യം കൂടെ ഉണ്ട്. സോ ഇപ്പോൾ പുതിയ വരാൻ പോകുന്ന ഗെയിംസ്, അതായത് ഇപ്പോൾ നമ്മുടെ GTA 6 തന്നെ ആവട്ടെ, ഇപ്പോൾ പുതിയ വരുന്ന AAA ടൈറ്റിൽസ് ഒക്കെ ഭയങ്കര എന്താ പറയുക, അവർക്ക് ഭയങ്കര വെർച്വൽ മെമ്മറി നല്ലോണം വേണം. അപ്പോൾ 8 GB കാർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് തന്നെ ആ മാക്സിമം പെർഫോമൻസ് കിട്ടാൻ ഭയങ്കര ഇഷ്യൂസ് വരുന്നുണ്ട്. കാരണം അത് ലിമിറ്റ് ചെയ്യണം. അത്രയും നമുക്ക് റാം, എന്താ പറയുക, ഗ്രാഫിക് കാർഡിൻ്റെ മെമ്മറി യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇപ്പം ഇതുവരെ 16 GB മെമ്മറി കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഗെയിം ഇറങ്ങിയിട്ടില്ല. മാക്സിമം 11-12 GB ആണ് അവർ യൂസ് ചെയ്യുന്നത്. സോ ഞാൻ 16 GB വാങ്ങാൻ കാരണം ഇത് ഫ്യൂച്ചർ പ്രൂഫാണ് ഈ കാർഡ്. സോ ഫ്യൂച്ചറിൽ ഇറങ്ങുന്ന AAA ടൈറ്റിൽസ് ഒക്കെ സിമ്പിളായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് ഇതിൽ കളിക്കാൻ പറ്റും. അതും കൂടെയാണ് 16 GB ഒരു കാർഡ് എടുക്കാനുള്ളൊരു ഓപ്ഷൻ. പിന്നെ ഇതിൽ 16 GB റേ ട്രേസിംഗ് ഉണ്ട്, AMDൻ്റെ HyperRX എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. പിന്നെ ഈ ഫിഡലിറ്റി സൂപ്പർ റെസൊല്യൂഷൻ 3 ഉണ്ട്. സോ ഇപ്പോൾ ഫിഡലിറ്റി സൂപ്പർ റെസൊല്യൂഷൻ എന്ന് പറയുമ്പോൾ FSR എന്നാണ് പറയുന്നത്. ഒരു അപ്സ്കെയിലിംഗ് ടെക്നോളജിയാണ് ഇത്. ഇപ്പോൾ 4th വെർഷൻ ഇറങ്ങുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഭയങ്കര പവർഫുൾ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഈ കാർഡിന് വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്കിപ്പം ഫിഡലിറ്റി സൂപ്പർ റെസൊല്യൂഷൻ ഇതും 3 മതി. കാരണം ഇപ്പോൾ വന്ന ഗെയിംസൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം എല്ലാ ഗെയിമും ഈ റെസൊല്യൂഷൻ ഇല്ലാണ്ട് തന്നെ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റും. ഇൻ കേസ് അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഗെയിം വരികയാണെങ്കിൽ നമുക്ക് FSR എന്തായാലും അപ്സ്കെയിലിംഗ് എന്തായാലും യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ ഒരു OC എഡിഷനാണ്, അതായത് ഓവർക്ലോക്ക് എഡിഷനാണ്. HDMIയും ഡിസ്പ്ലേ പോർട്ടും രണ്ടും സപ്പോർട്ട് ചെയ്യും. അപ്പം ഇതാണ് നമ്മുടെ കാർഡ്. അപ്പോൾ കാർഡൊക്കെ വന്നു, എല്ലാം ഓക്കെ തന്നെ. ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാർഡ് ടെസ്റ്റ് ചെയ്യുന്നതിലൊരു ഇഷ്യൂ ഉണ്ട് നമുക്ക്. അത് ഞാൻ മേലെ പോയിട്ട് കാണിച്ചു തരാം.
അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇഷ്യൂ ഇതാണ്. ഇവിടെ ഒരു മോണിറ്റർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. ആ മോണിറ്റർ ഞാൻ ഇന്നലെ രാത്രി വിറ്റു. ആ മോണിറ്റർ വിറ്റതുകൊണ്ട് ഇപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആകെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ടി വി ആണ്. പക്ഷേ ഈ ടി വി ഒരു 1080p 60 Hz ടി വി ആണ്. ഈ ഗ്രാഫിക് കാർഡിൻ്റെ കംപ്ലീറ്റ് കേപ്പബിലിറ്റി നമുക്ക് നോക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും ഈ ടി വിയിൽ. പക്ഷേ ബേസിക് കാര്യങ്ങൾ, ഡ്രൈവർ ഇൻസ്റ്റാളേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. വേറെ ഇഷ്യൂസ് വരും തോന്നുന്നില്ല. പക്ഷേ കംപ്ലീറ്റ് ഇതാവണമെങ്കിൽ ഞാൻ മോണിറ്റർ ഇപ്പോൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരാൻ സാറ്റർഡേ ആവും. അതായത് സാറ്റർഡേ എന്ന് പറയുമ്പം ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് തൊട്ടിട്ട് ഇനി 2 ദിവസം കൂടെ, ഇപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞാലേ വരുള്ളൂ. അത് പറയുമ്പോഴാണ്, ഇതാണ് നമ്മൾ പുതിയ വാങ്ങിയ ഐക്കിയെന്ന് എടുത്ത ടേബിൾ. ഈ ടേബിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ കാണിക്കാൻ പറ്റിയില്ല. ഇതാണ് നമ്മുടെ ടേബിൾ. ഇതിൻ്റെ പേരെന്തോ ഉഡ്സ്പെലാറോ അങ്ങനത്തെ എന്തോ ഒരു പേരാണ്. ഐക്കിയെന്ന് നമുക്ക് ഇപ്പോൾ ബാംഗ്ലൂർ ഐക്കിയ ഉണ്ട്, ആണ് നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. ഞാൻ PC ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ ടേബിളിൻ്റെ അടിപൊളി കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് കേബിൾ മാനേജ്മെൻറ്റിന് ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. സോ നമ്മളിങ്ങനെ ബാക്കിൽ നിന്ന് വന്ന് അടിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കേബിൾസേ ഉണ്ടാവില്ല, എല്ലാ സ്ലീവിൻ്റെ ഉള്ളിൽ പോകും. സോ അതുകൊണ്ട് ഇതൊരു അടിപൊളി ടേബിളാണ്. ഇത് 160 സെൻറ്റിമീറ്ററും ഇങ്ങനെ 80 സെൻറ്റിമീറ്ററുമാണ് വരുന്നത്. സോ അത്യാവശ്യം നല്ലൊരു സ്പേസ് തന്നെ ഉണ്ട്. ഞാൻ ഇത് ഇങ്ങനെയല്ല വെക്കുക, ഇത് സ്ട്രേറ്റ് ആക്കിയിട്ടാണ് വെക്കുക. സോ അത്യാവശ്യം നല്ല ഒരു സ്പേസ് തന്നെ നമുക്ക് കിട്ടും. അപ്പം അതും നമ്മുടെ ബിൽഡിൻ്റെ ഒരു പാർട്ടായിട്ട് വരും. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഗ്രാഫിക് കാർഡ് അൺബോക്സ് ചെയ്തിട്ട് സിസ്റ്റത്തിലേക്ക് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. സംഭവം എന്താ വെച്ചാൽ, എൻ്റെ നേരത്തെ ഗ്രാഫിക് കാർഡ് 3060 Ti ആയിരുന്നു. അതിന് ഒരു 8 പിൻ കണക്ടറായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ ഈ GPU കുറച്ചും കൂടെ പവർഫുൾ ആയതുകൊണ്ട് ഇതിന് 2 8 പിൻ, അതായത് ടോട്ടൽ 16 പിന്നിൻ്റെ കണക്ടർ വേണം. അപ്പോൾ ഞാൻ എൻ്റെ GPUവിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ, GPU അല്ല, PSUവിൻ്റെ ബോക്സിൻ്റെ ഉള്ളിൽ കുറച്ച് അഡീഷണൽ ഇങ്ങനത്തെ കേബിൾസ് ഉണ്ട്. സോ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒരു കേബിൾ എടുത്തിട്ട് ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ റൂട്ട് ചെയ്തു, ഇതിൻ്റെ ബാക്കിൽ കൂടെ. ഇനി നമ്മുടെ GPU നമുക്ക് അവിടെ ഫിറ്റ് ചെയ്തിട്ട് ഇത് രണ്ടും അതിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ അത് ഞാൻ അൺബോക്സ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കാർഡ്ബോർഡിൻ്റെ ബോക്സാണ് കിട്ടുന്നത്. സോ അത് തുറന്നു കഴിഞ്ഞാൽ ഉള്ളിൽ ഫോമും കാര്യങ്ങളും ഉണ്ട്. സോ ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പെട്ടിയിൽ ഇതിൻ്റെ മാനുവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. പിന്നെ ഇതിനൊരു ബ്രാക്കറ്റ് വരുന്നുണ്ട്. സോ ഈ GPU കുറച്ച് നല്ല ഹെവി ആയിട്ടുള്ള GPU ആണ്. സോ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് കണ്ടാൽ തന്നെ അറിയാം. ഇതാണ് എൻ്റെ കൈ. ഇതെൻ്റെ കൈയിൻ്റെ സൈസും ഒരു കൈയും കൂടെ വെക്കാൻ പറ്റും, 1.5 കൈയും കൂടെ വെക്കാൻ പറ്റും. അത്രയും വലിയ GPU ആണ്. സോ ഇത് ഫിറ്റാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ. എൻ്റെ അമ്മ, ഇതാണെങ്കിൽ നല്ല വെയിറ്റും. എൻ്റെ മോൻ, ഇതെന്ത് സൈസാണ്! അതായത് കറക്റ്റ് എൻ്റെ കൈയിൻ്റെ അത്രയും വെച്ചാൽ എൻ്റെ കൈയിൻ്റെ സൈസ് ഓൾമോസ്റ്റ് എൻ്റെ കൈയിൻ്റെ സൈസായി. അത്രയും ഉണ്ട് ഈ GPUവിൻ്റെ സൈസ്. അത് ഈ TVൻ്റെ അടുത്ത് വെച്ച് നോക്കിയാൽ TVൻ്റെ ഓൾമോസ്റ്റ് ഇത്രയും പാർട്ട് ഉണ്ട് ഈ GPU. നല്ല വെയിറ്റും ഉണ്ട് ഈ GPU. സോ ഈ GPU ആണ് നമ്മൾ അതിലേക്ക് മൗണ്ട് ചെയ്യാൻ പോണേ. ഇത് വെയിറ്റ് കൂടുതലായ കാരണം ഇതിൻ്റെ കൂടെ ഒരു ബ്രാക്കറ്റ് അവർ തരുന്നുണ്ട്. സോ ഓക്കെ, മിക്കവാറും ഇതിൻ്റെ അകത്തായിരിക്കും എവിടെയെങ്കിലായിരിക്കും. യെസ്, സോ ഇങ്ങനത്തെ ഒരു ബ്രാക്കറ്റ്, ഇത് നല്ല ഹാർഡ് മെറ്റലിൻ്റെ ഒരു ബ്രാക്കറ്റാണ്. സോ ഈ ബ്രാക്കറ്റ് നമ്മൾ അതിൻ്റെ കൂടെ കൊടുക്കണം. എന്നിട്ട് ഇതിലാണ് നമ്മുടെ GPU കറക്റ്റ് നിൽക്കാൻ പോകുന്നത്. കാരണം അത് അത്രയും വെയിറ്റ് കൂടുതലായതുകൊണ്ട് വീഴാനും അല്ലെങ്കിൽ അതിൻ്റെ പിന്ന് ബെൻഡ് ആവാനും ചാൻസ് ഉണ്ട്. സോ നമ്മൾ ഈ ബ്രാക്കറ്റ് അതിൻ്റെ കൂടെ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്യും. അപ്പം ഞാൻ ഇതെടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അതിൻ്റെ മുന്നേ ആദ്യം കവർ തുറന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. യെസ്, അപ്പോൾ നമ്മൾ കവർ ഊരിക്കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ GPU. എൻ്റെ കൈ ഇത്രയാണ് വരുന്നത്. നല്ല വെയിറ്റും ഉണ്ട് ഈ GPUവിന്. സോ 3 ഫാനാണ്, 100mm 3 ഫാനാണ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ ഈ ഫുള്ള് ലൈനും വൈറ്റ് ലൈൻ നിങ്ങൾക്ക് കാണുന്നത് അത് പ്രോപ്പർ RGB ആണ്. അപ്പോൾ ഈ RGB ലൈനും വരും. അതേപോലെ തന്നെ ഇവിടെ 2 8 പിൻ കണക്ടർ ഞാൻ പറഞ്ഞ മാതിരി. പിന്നെ ഇവിടെ നമുക്കൊരു ARGB കണക്ടറും കൂടെ ഉണ്ട്. അത് എന്തിനാ വെച്ചാൽ നമ്മുടെ മദർ ബോർഡിൻ്റെ കളറായിട്ട് നമുക്ക് ടോട്ടലി മാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ എന്താ വരുന്നത്, അതേപോലെ തന്നെ ഇവിടെ ഒരു 5 വോൾട്ട് RGBൻ്റെ ഫാൻ ഉണ്ട്. നമുക്ക് എക്സ്ട്രാ എന്തെങ്കിലും ഫാൻ വെക്കണമെങ്കിൽ നമുക്കത് വെക്കാൻ പറ്റും. പിന്നെന്താ, അത്ര തന്നെ ഉള്ളൂ എന്നാണ് തോന്നുന്നത് ഇതിൽ. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. സോ ഇത് നമുക്ക് ഓവർക്ലോക്ക് ചെയ്യണമെങ്കിൽ ഈ സ്വിച്ച് മോഡ് നമ്മൾ ഓൺ ആക്കിയാൽ മതി. അപ്പോൾ ഞാനിത് നേരെ അതിൻ്റെ ഉള്ളിലേക്ക് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമ്മുടെ GPU അൺബോക്സിങ്ങിൻ്റെ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളൊരു പാർട്ടാണിത്, ഈ പീലിംഗ് എന്ന് പറയുന്നത്. അവന്മാർ എന്തോ ഭയങ്കര പവറുള്ള എന്തോ ഒരു പശയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. കാരണം അത് അങ്ങനെ സിമ്പിളായിട്ട് പോരുന്നില്ല, മുറിഞ്ഞൊക്കെ പോരണം. അങ്ങനെ അത് തേഞ്ഞു. അപ്പം ഞാൻ അത് ബാക്കിയും കൂടെ പൊളിക്കാം എന്തായാലും. ഇത് ഇത്രയും വൃത്തികേടായിട്ട് ഒരു പീലിംഗ് എക്സ്പീരിയൻസ് തരാൻ എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. നിങ്ങൾക്കൊന്നും ഇത് പറ്റില്ല. യാസ്,
യെസ്, അങ്ങനെ നമ്മുടെ ഗ്രാഫിക് കാർഡ് ഫൈനലി ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. കുറച്ച് പാടായിരുന്നു ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ, കാരണം നല്ല ഹെവി ഗ്രാഫിക് കാർഡ് ആയതുകൊണ്ട് ഒരാൾ തനിയെ ചെയ്യണമല്ലോ. സോ അതുകൊണ്ട് ഇത് എന്താ പറയുക, നമ്മുടെ താഴത്തെ സ്റ്റാൻഡും ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്കും നല്ലൊരു കട്ടിപ്പണിയായത് മൊത്തം. പക്ഷേ നമ്മളത് അടിപൊളി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കൂടെ ഞാൻ ഒരു പ്രൊഡക്റ്റും കൂടെ ഞാൻ ഇന്ന് ശരിക്കും വരുന്ന വഴി വാങ്ങി. അതൊരു മോണിറ്ററാണ്. സോ ഞാൻ യൂസ് ചെയ്തിരുന്നത് ഒരു 1080p മോണിറ്ററാണ് ഇതുവരെ. ഞാനത് മാറ്റി ഒരു 2K മോണിറ്റർ വാങ്ങി. പക്ഷേ ഞാൻ 32 ഇഞ്ചിൽ 27 ഇഞ്ചിലേക്ക് വന്നു. ഞാൻ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോ കണ്ടു. കാരണം 4K പോവുകയാണെങ്കിൽ 32 പോകണം, 2K പോവുകയാണെങ്കിൽ 27 ഇഞ്ച് പോകണം, 1080 ആണെങ്കിൽ 24 ഇഞ്ച് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനത്തെ കുറച്ച് പ്രോപ്പർ ഇതുണ്ട്, നല്ല ക്വാളിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഞാനൊരു MSIൻ്റെ ഒരു 27 ഇഞ്ച് IPS മോണിറ്റർ തന്നെ എടുത്തു. കാരണം ഞാൻ ഇതിന് മുന്നേ VA പാനലാണ് യൂസ് ചെയ്തിരുന്നത്. VA പാനൽ കുറച്ച് ക്വാളിറ്റി കുറഞ്ഞ പാനലാണ്. ഇപ്പോൾ ഞാൻ IPS പാനൽ എടുത്തു. IPS പാനൽ എന്ന് പറയുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പാനലാണ്. അത്യാവശ്യം നല്ല കളറും പിന്നെ HDR ഒക്കെ ഉള്ളൊരു മോണിറ്ററാണ്. 180 Hz റിഫ്രഷ് റേറ്റും വരുന്നത്. സോ ആ മോണിറ്റർ തുറന്ന് പൊളിച്ച് ഇതാക്കിയതിൻ്റെ പാർട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സിസ്റ്റം കാണിച്ചു തരാം. ഞാൻ ഗ്രാഫിക് കാർഡ് ഇൻസ്റ്റാൾ ചെയ്തതും ഇതെല്ലാം കൂടെ ഉറക്കം വന്നിട്ട് പോയി. കാരണം ഓൾമോസ്റ്റ് 1 മണിയായി ഇതെല്ലാം കൂടെ ഇൻസ്റ്റാൾ ചെയ്ത് തീരുമ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത സംഭവം. സോ ഇതാണ് നമ്മുടെ പുതിയ റേഡോൺ ഗ്രാഫിക് കാർഡ്. സോ ഈ ഗ്രാഫിക് കാർഡിൻ്റെ സൈസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം. കാരണം നേരത്തെ എൻ്റെ ഗ്രാഫിക് കാർഡ് എന്ന് പറയുന്നത് ഇവിടെ വരെയാണ് വന്നിരുന്നത്, ഈ ഒരു പോർഷൻ വരെ. ഇപ്പോൾ ഈ ഗ്രാഫിക് കാർഡ് ഇവിടെ വരെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ചെടി മാറ്റി ഒന്നൊരു ബൈക്കാക്കി. കാരണം ചെടി വെക്കുന്ന സമയത്ത് ചെടീൻ്റെ ഇല ഇതിൻ്റെ ഫാനിൻ്റെ ഉള്ളിലേക്ക് പോയി പോകും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 100mm ഫാൻ ആയതുകൊണ്ട് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കിനി ജസ്റ്റ് ഇതിൻ്റെ മേലെ ഒരു ഇതിട്ട് കവർ ചെയ്യണം. അതേപോലെ ഇതാണ് നമ്മുടെ പുതിയ മോണിറ്റർ. സോ ഈ മോണിറ്റർ എന്ന് പറയുന്നത് ആസ് ഐ ടോൾഡ് യു ഇതൊരു 180 Hz മോണിറ്ററാണ്. 2K ആണ് ഇതിൻ്റെ സ്ക്രീൻ വരുന്നത്. സോ നല്ല ഭയങ്കര സ്മൂത്ത് ആയിട്ടുള്ളൊരു മോണിറ്ററാണ്. നമ്മൾ MSI ബ്രാൻഡിൻ്റെ മോണിറ്ററാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ മോണിറ്ററിൻ്റെ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ അങ്ങനെ നമ്മുടെ അപ്ഗ്രേഡ് ഫൈനലി കംപ്ലീറ്റ് ആയിരിക്കുന്നു. സോ ഇനി നമ്മൾ ഇതിൻ്റെ കുറച്ച് പ്രോപ്പറായിട്ടുള്ള ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ സ്ട്രീമിങ്ങും നമ്മളെ മറ്റേ ചാനലിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. ഗിയർ പിക്സൽസ് ലൈവ് എന്ന് പറഞ്ഞൊരു ചാനൽ നമ്മൾ സ്ട്രീം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി 2K നല്ല എന്താ പറയുക നല്ല ക്ലാരിറ്റി കൂടിയ സ്ട്രീംസ് നിങ്ങൾക്ക് കാണാം. എനിക്ക് എന്താ പറയേണ്ടതെന്നൊരു ഐഡിയ കിട്ടുന്നില്ല, നല്ല ഉറക്കം വന്നിട്ടാണ്. അപ്പം ഈ വ്ളോഗ് കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു. അതേപോലെ മറക്കാണ്ട് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.